ആകെ ഒരു ശ്മശാന മുഖത ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും അകത്തായിരിക്കും. ദേ വണ്ടി നോക്ക്. ഒറ്റൊരു ദിവസം വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തേ ഉള്ളൂ. വണ്ടിയിൽ ആകെ കാക്ക കാഷ്ടിച്ചു. ഇനി അതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വണ്ടി കൊണ്ട് സർവീസിനോട് കുഞ്ഞപ്പ. ഓ ശരി മേഡം. ആദ്യം അഞ്ജലി ഒന്ന് കണ്ടിട്ട് കല്യാണ വിശേഷം പറഞ്ഞിട്ട് അത് തന്നെയാണ് പരിപാടി. അയ്യോ ആര്യേച്ചി എന്തു പറ്റി? ചേച്ചി എന്നാ വല്ലാണ്ടിരിക്കുന്നെ? പറഞ്ഞ പോലെ ആകെ കോലം കെട്ടല്ലോ. കണ്ടിട്ട് കരഞ്ഞു കലങ്ങിയതുപോലെ. അല്ല അഞ്ജലി ഇവിടെ. ആര്യ കരയാതെ കാര്യം പറ. അഞ്ജലി എവിടെ? നമ്മൾ കരുനാഗപ്പള്ളിയിൽ കല്യാണത്തിന് പോകുമെന്നെ വിളിച്ചപ്പോ കൊച്ചു വക്കീൽ അത്യാവശ്യത്തിന് എവിടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ആള് ദൂരെ തിരിച്ചു വന്നില്ലേ? വന്നു. പക്ഷെ ചേച്ചി ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയുന്നേ. അഞ്ജലിയുടെ രഹസ്യ കല്യാണം കഴിഞ്ഞു. നിങ്ങളെയൊക്കെ ചതിച്ച്, നിങ്ങളെയൊക്കെ വഞ്ചിച്ച് അവൾ ഒരുത്തന് വേണ്ടി തല കുനിച്ചു കൊടുത്തു, രഹസ്യമായി താലി കെട്ടാൻ. എനിക്കിനി ഇങ്ങനൊരു മോളില്ല. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. അച്ഛനെയും കൂടി ചേർത്ത് ഞാൻ പറയുക, നിങ്ങൾക്ക് പോകാം. ഈ വീട്ടിൽ ഇടവില്ല രണ്ടാൾക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൂടെ നട തള്ളും പോലെയാ അവളിവിടെ നിന്നും പറഞ്ഞു വിട്ട്. ഓ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കിയേനെ. എടി പെണ്ണെ, അവനവനെ കൊണ്ട് താങ്ങാനാവുന്ന കാര്യം മാത്രം പറഞ്ഞാ മതി കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാനോ നീയോ ഈ നിൽക്കുന്ന കൂട്ടുകാരോ ഒന്നുമല്ല. അവളുടെ സ്വന്തം തന്തയും തള്ളയും തന്നെ അല്ലേ. അതുകൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ നിക്കട്ടെ. നമുക്കൊന്നും ചെയ്യാനില്ല, അത്ര തന്നെ. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോവാം. ഇനി ഇവിടെ അഞ്ജലിയും കുഞ്ചലിയും ഒന്നുമില്ല. അവള് നാടും വീടും വിട്ടു. അമ്മായി നിങ്ങളൊന്ന് നിർത്ത്. പാതിരാത്രി മുഴുവൻ ഒരു പെണ്ണിനെ മഴയത്തിറക്കി നിർത്തിയിട്ട് നിങ്ങൾ വലിയ ഡയലോഗ് പറയുന്നോ? നിങ്ങളൊരു സ്ത്രീയല്ലേ അമ്മായി? കഷ്ടം. അയ്യോ, ഞാൻ പറഞ്ഞത് നിനക്കങ്ങ് പിടിച്ചില്ല. എങ്കി പിന്നെ പോയോളെ തിരിച്ചു വിളിച്ച് വീട്ടിലങ്ങ് കുടിയിരുത്തടി. അല്ല പിന്നെ ഇവരോട് എന്തിനാ മൊത്തം നീ വർത്താനം പറയുന്നത്? നമുക്ക് അകത്ത് കയറി ശിവരാമൻ സാറിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? സാറ് പറയട്ടെ ഈ കാണിച്ചത് നേരും നേരെയുള്ള ഏർപ്പാടാണോന്ന്. അത് ശരിയാ.
നമുക്ക് ചോദിക്കണേ ഈ അന്യായം. നിങ്ങൾ വന്നേ. ഓ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ രണ്ടാളും? എന്നിട്ട് എന്താ പുറത്തേക്ക് ഇറങ്ങാത്തെ? അതെങ്ങനെ വരും? വന്നാ പറയാൻ വല്ല ന്യായവും വേണ്ടേ? അതെ ശിവരാമ സാറേ, സാറിനെ പോലെ ഒരാളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്നും അറിയില്ല ഞങ്ങൾക്ക്. പക്ഷെ സാറിന്റെ മോളോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല സാറേ, ഒട്ടും ശരിയായില്ല. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിക്കുമായിരുന്നല്ലോ ശിവരാമ വക്കീല്. നമുക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു അത്. പക്ഷെ ഇന്നത്തോടെ എല്ലാം തീർന്നു, എല്ലാം. പറഞ്ഞിട്ട് കാര്യമല്ല നീലി. എനിക്ക് തോന്നുന്നത് നമുക്ക് അഞ്ജലിയോടുള്ള ഇഷ്ടവും കരുതലും പോലും പെറ്റു വളർത്തി ഇവർക്കില്ലെന്നാ. നിങ്ങൾ വാ, ഇനി ഇവിടെ നിന്നാലേ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ആ പെരുമഴയത്ത് അഞ്ജലിയുടെ തലയിൽ കൂടി ആ മരം മറിഞ്ഞു വീണിരുന്നുവെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? അവള് ചത്താലും ജീവിച്ചാലും ഒരേ ഇരിപ്പ്. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ നിങ്ങൾ ഉദയക്രിയ നടത്തി. കഷ്ടം. നിങ്ങൾ വാ വാ. അഞ്ജലി, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നൊന്നും താൻ സീരിയസ് ആയിട്ടൊന്ന് കേക്ക് പ്ലീസ്. തൽക്കാലം നമുക്ക് ആദ്യം അമ്പാടിയുടെ വീട്ടിലോട്ടൊന്ന് പോ. എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറാം. താൻ നനഞ്ഞു കുളിച്ചതുകൊണ്ട് മുഷിഞ്ഞിട്ടുണ്ട്. എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാ. താൻ ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോ അതും ഇങ്ങനൊരു സാഹചര്യത്തില്. രാജീവ്, അതൊക്കെ. അഞ്ജലി പ്ലീസ് ബി സെൻസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. ഞാൻ അമ്പാടി ഒന്ന് വിളിക്കട്ടെ? ഇതെന്താ തമിഴിലൊക്കെ പറയുന്ന? ഇവനിത് ആരോടും പറയാതെ എവിടെ പോയി? അഞ്ജലി കോള് കട്ട് ചെയ്യണല്ലോ. ഇനി അവള് തിരക്കിലുമല്ലോ ആയിരിക്കൂ. ഏയ്, ഞാനെന്നാ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം. എന്റെ കോളും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ പിന്നെ തിരക്കൊന്നും ആയിരിക്കല്ലോ പ്രശ്നം, വേറെ എന്തോന്നാ? അപ്പൊ പിന്നെ കല്യാണക്കാരി നമ്മളോടൊന്നും പറയാതിരുന്നതിന്റെ വിഷമമായിരിക്കും. അവക്കും കാണില്ലേ കുറ്റബോധം? ശരിയാ, ചിലപ്പോൾ അതായിരിക്കും കാരണം. ഏതായാലും ഇപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അവൾക്കൊപ്പം വേണം നിൽക്കാൻ.
അതിനെ ആര് എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ. ഉം. നമ്മളോട് അഞ്ജലി എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ടാവും. ഉം. എന്താ ഓക്കെ അല്ലേ? ഓക്കെ. ഇവനെ ലൈനിൽ കിട്ടാതെ കാര്യങ്ങൾ എങ്ങനെ സെറ്റാക്കും? ഈ ഒരു അവസ്ഥയില് അഞ്ജലി ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാ ഈശ്വര ആലോചിച്ചിട്ട് എന്നെ കയ്യും കാലം പറിക്കുന്നു. അമ്പാടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തായിരുന്നു. എന്റെ രാജീവ്, അമ്പാടി ലൈനിൽ കിട്ടിയോ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. ഹലോ 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 ഹലോ. എന്താ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടേ. വീട്ടുകാരെ അറിയിക്കാതെ ആണെങ്കിലും സമൂഹ വിവാഹ പന്തലിൽ വെച്ച് ഭരണമാല്യം ചാർത്തിയ യുവവധൂവരന്മാർക്ക് ഈ ഉള്ളവളുടെ വക ഒരു വിവാഹ മംഗള ആശംസകൾ നേരാൻ വിളിച്ചതാ. ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. ഹലോ, അഞ്ജലി വക്കീൽ മാഡം, കേൾക്കുന്നുണ്ടോ പറയുന്നത്? പറഞ്ഞത് കേട്ടു. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാലോ എന്ന് കരുതിയ. ഓ, ഇനി കൂടുതൽ എന്ത് പറയാനാ? ഏതായാലും സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണന്റെ സൽപുത്രയ്ക്ക് ഈ പുകഞ്ഞ കൊള്ളി നൽകിയ വിവാഹമംഗള ആശംസ നീ നിന്റെ ഭർത്താവിനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഓൾ ദ വെരി വെരി വെരി. അയ്യോടാ, കട്ട് ചെയ്തല്ലോ പാവം. അച്ഛന്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയ അഡ്വക്കേറ്റ് അഞ്ജലി. അവളിപ്പോ സ്വന്തം സ്വപ്നം നടപ്പാക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നടുത്തെരുവിൽ നിൽക്കുന്നു. ഇനി ആ ഫോമർ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ എന്ത് പറഞ്ഞ് മേനി നടിക്കുമെന്ന് വേണം ഈ അനുപമയ്ക്കൊന്ന് കാണാൻ. അഞ്ജലി, എന്താ അഞ്ജലി? ഒന്നുമില്ല, നമുക്ക് പോവാൻ രാജീവ്. നമ്മൾ അമ്പാടിയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്? അവിടെ നിന്ന് നേരെ രാജീവിന്റെ വീട്ടിലേക്ക് അല്ലേ രാജീവ്? അമ്പാടിയെ ലൈനിൽ കിട്ടിയില്ല. അവനെന്തോ യാത്രയില്ലാന്ന് തോന്നുന്നു. നമുക്കേതായാലും ആദ്യം അവന്റെ വീട്ടിലേക്ക് തന്നെ പോവാം. ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? അമ്പാടി ഇതുവരെ ലൈനിൽ കിട്ടില്ലല്ലോ. നാശം പിടിക്കാനായിട്ട് അവനിത് എവിടെ പോയി കിടക്ക? അവിടെ ഒരു താമസ സൗകര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, ശംഖുചക്രം. ഇവിടെയും കൊണ്ട് അവിടേക്ക് കയറി ചെന്ന് ആലോചിക്കാനേ വയ്യ. എന്തായാലും വരുന്ന പോലെ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? സത്യം പറയട്ടെ, ശരിക്കും ചത്ത് കളഞ്ഞാലോ എന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു എനിക്കത്. അർജുൻ്റെ തടസ്സമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനതങ്ങ് ചെയ്തേനെ. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. നിന്റെ ബോഡി എന്ന് പറഞ്ഞ് സ്ട്രക്ചറിലൊരു തുണിക്കെട്ട് എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഓർക്കാൻ പോലും സാധിക്കുന്നില്ല എനിക്കത്. ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു വല്ലാത്ത അവസ്ഥ.
ഇവിടെ എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അമ്പാടി ചേട്ടാ. അന്ന് ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഒടുവില് കാലും ശരീരവും തളർന്ന് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങും പോലെ എവിടേക്കോ വീഴായിരുന്നു. പിന്നെ കണ്ണുറന്നു നോക്കുമ്പോ ഇവിടുത്തെ കന്യാസ്ത്രീ അമ്മമാരുടെ പരിചരണത്തിലായിരുന്നു ഞാൻ. എന്തോ അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും ഒരു നടുക്കം പോലെയാ. ഇതൊരു നിയോഗമാണ് പത്മേ. നമ്മൾ രണ്ടുപേരും എന്നായാലും ഒന്നിക്കേണ്ടവരാ. ലോകത്തെ മുഴുവൻ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ച്, ഇഷ്ടപ്പെട്ട് ഒന്നാവാൻ പഠിപ്പിച്ച് ക്രിസ്തുദേവന്റെ മുന്നിൽ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതൊരു ദൈവനിയോഗം തന്നെയാണ്. അതെ, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്നാ വചനം പറയുന്നത്. ആഹാ, താനാള് കൊള്ളാലോ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ബൈബിൾ വചനമൊക്കെ കംപ്ലീറ്റ് പഠിച്ചു തുടങ്ങിയല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ അമ്മമാരുടെ പ്രാർത്ഥനാ വേളയിലെ ചൊല്ലുന്നതൊക്കെ ഞാനും അങ്ങനെ കേട്ടു നിൽക്കാറുണ്ട്. അങ്ങനെ മനസ്സിൽ കയറി കൂടിയതാ ഇതൊക്കെ. എന്റെ ജീവിതത്തിൽ ഇപ്പോ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ അമ്പാടി ചേട്ടാ. ആണാ? അത് നന്നായി. അല്ല, ദൈവത്തോട് ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് എന്റെ പെണ്ണ് പ്രാർത്ഥിച്ചത്? പറ കേക്കട്ടെ. ഒന്ന് പോ അമ്പാടി ചേട്ടാ, ചേട്ടൻ എപ്പോഴും തമാശയാ. എന്താ പത്മേ? അയ്യോ, മദർ സൂപ്പറുണ്ട്. അമ്പാടി ചേട്ടനോട് പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുണ്ടല്ലേ? കേട്ടോ അമ്പാടി, തന്റെ ഈ പത്മയുണ്ടല്ലോ, ഇവളിവിടെ വന്ന നാള് മുതല് ഒരു ദിവസം കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും അമ്പാടി ചേട്ടന്റെ കാര്യം ഇവള് പറയാതിരുന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ ഉള്ളവര് ബൈബിൾ വചനത്തെക്കാൾ കൂടുതൽ കേൾക്കുന്നത് പത്മയുടെ അമ്പാടി വചനങ്ങളാ. സത്യം പറഞ്ഞ അമ്പാടി ചേട്ടനെ കാണാനായിട്ട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇവളിവിടുന്ന് ചാടി പോകുമെന്ന് പോലും ഞങ്ങള് ഭയന്നിട്ടുണ്ട്. ആണോ പത്മേ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. പോ ചേട്ടാ അവിടുന്ന്. ആ, തന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, എന്താ അയാളുടെ പേര്? രാജീവ്. ഓ, രാജീവ്. രാജീവും പത്നിയുടെ വക്കീല് അഡ്വക്കേറ്റ് അഞ്ജലിയും കൂടി ഇവിടെ വന്ന് അമ്പാടിയുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് ധരിപ്പിച്ചപ്പോഴാ പത്മ ഒന്ന് അടങ്ങിയത്. അല്ലേ പത്മേ? അങ്ങനൊന്നുമില്ല മധുരെ. ഉം. അമ്പാടി ചേട്ടനെ അവർ ഉപദ്രവിച്ചത് എനിക്ക് വേണ്ടിട്ടല്ലേ? അതോർത്തപ്പോ സഹതാപം. മനസ്സിലായി. അങ്ങനൊന്നുമില്ല മധുരെ. അമ്പാടി ചേട്ടനെ അവർ ഉപദ്രവിച്ചത് എനിക്ക് വേണ്ടിട്ടല്ലേ? അതോർത്തപ്പോ സഹതാപം. മനസ്സിലായി. ആ, അപ്പൊ എങ്ങനെയാ അമ്പാടി, ഇന്ന് എന്നെ മടങ്ങിയല്ലേ നാട്ടിലേക്ക്? അതെ, ഞാനേ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല മദർ. പെട്ടെന്നൊരു ആവേശത്തില് ടാക്സി പിടിച്ചിങ്ങ് പോരുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ മടങ്ങണം. നടക്കട്ടെ. ആ, എനിക്ക് പ്രേരണ നേരമായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു മദർ. അപ്പൊ പിന്നെ പത്മേ, ഞാനങ്ങോട്ട് ഇനി നിന്നാ ചിലപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അല്ല ചേട്ടാ, എന്നെ ഇനി എന്നാ അങ്ങോട്ട് കൊണ്ടുവന്നേ? അധികം വൈകില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ പത്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കും, എല്ലാം നന്നായിട്ട് വരും. പിന്നെ നമ്മുടെ കൃഷ്ണന്റെ കൂടെ യേശുവിനെയും കൂടെ ഒന്ന് സോപ്പിട്ട് പ്രാർത്ഥിച്ചു. പോട്ടെ. അവള് ഫോണിലും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി ഒരു പക്ഷേ അവളെങ്ങാനും ആ അർജുന്റെ കയ്യും പിടിച്ച് ഇവിടെ ഈ ശംഖുചക്രത്തിലോട്ട് കയറി വന്നാ? ഹേ, ഇല്ല. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മടയിൽ ഡയറക്റ്റായിട്ട് വന്ന് കയറാനുള്ള ധൈര്യമൊന്നും അഡ്വക്കേറ്റ് അഞ്ജലിക്കില്ല. ഇനി ഒരു പക്ഷേ അർജുൻ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണെന്ന് അറിയാതെ ആയിരിക്കും അവൾ അവനെ പ്രേമിച്ചത്.
അതിനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ അഞ്ജലി അവനോട് അടുക്കില്ലെന്ന് ഉറപ്പാ. ഏതായാലും അവൻ രാജീവ് എന്ന കള്ളപ്പേരിൽ അവളെ പ്രേമിച്ച് വശത്താക്കി ഈ ശംഖുചക്രത്തിലേക്ക് കൊണ്ടുവന്ന അഭിലാഷും അവളുടെ പിന്നാലെ പോകുന്നുള്ളത് തീർച്ചയാ. അതോടെ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അഞ്ജലി ഈ നടപ്പടി കയറി അകത്തേക്ക് വരരുത്. അതിനാദ്യം വേണ്ടത് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന അർജുനെ ഇല്ലാതാക്കല. ഇല്ലാതാക്കലല്ല, മരണം തന്നെ. യെസ്, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണി വന്ന മുന്നും പിന്നും നോക്കാൻ പാടില്ല, സ്വന്തം ബന്ധവും നോക്കാൻ പാടില്ല. നോ സെന്റിമെന്റ്സ് അറ്റ് ഓൾ. അർജുനും മരിക്കേണ്ടി വരും. എന്നാലേ ഈ അനുപമയ്ക്ക് ജീവിക്കാൻ പറ്റൂ. ആജന്മശത്രുവിന് വരണമാല്യം ചാർത്തിയ മകൻ അർജുൻ രാഘവ് ഇനി ഈ ശംഖുചക്രം തറവാട്ടിൽ വേണ്ട എന്നാണ് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ തീരുമാനം. അയ്യോ, അച്ഛൻ അറിഞ്ഞോ? അറിയാതെ പിന്നെ